ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നോ കെയിൻ എന്ന പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ്. ചിത്രത്തിൽ നായകനായി വരുന്നത് ജാക്ക് കോയിഡാണ്, നായികയായി വരുന്നത് എംബർ മിഡ്തണ്ടറാണ്. സിനിമയുടെ ഡയറക്ഷൻ ഡാൻ ബർക്കും റോബർട്ട് ഓൾസണും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇനി ചിത്രത്തിന് ഒരു വൺ ലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, നേതൻ കെയിൻ ഒരു ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. അതേ ബാങ്കിൽ ക്ലർക്കായ ഷെറിയുമായി അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുന്നു. അവരുടെ ഇഷ്ടം ഡെവലപ്പായി വരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം രാവിലെ ആ ബാങ്കിലൊരു കവർച്ചാ ശ്രമം ഉണ്ടാകും. കൊള്ളക്കാർ സാന്റാക്ലോസിൻ്റെ വേഷത്തിൽ വരുന്നു. അവിടുത്തെ സീനിയർ മാനേജറെ വധിക്കുന്നു. അവിടുത്തെ വോൾട്ട് തുറന്ന് കാശ് മൊത്തം എടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു. ആ സമയത്ത് വരുന്ന പോലീസുകാരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവർ ഷെറിയെ ഹോസ്റ്റേജായി കൊണ്ടുപോകുന്നു. അങ്ങനെ തൻ്റെ കാമുകിയെ തേടി അസിസ്റ്റൻറ്റ് മാനേജറായ നാഥൻ കെയിൻ പോകുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഒരു വൺ ലൈൻ. ഇതിൽ ജാക്കോട് പ്ലേ ചെയ്തിരിക്കുന്ന നാഥൻ കെയിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേദന അറിയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഒരു ജെനറ്റിക്കൽ ഇഷ്യൂ ആണത്. ആ വേദന അറിയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ഇടിച്ചാലോ അല്ലെങ്കിൽ കയ്യിലൊരു മുട്ടുസൂചി കൊണ്ടാലോ കത്തി കൊണ്ടാലോ ഒന്നും അദ്ദേഹത്തിന് വേദന അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ ഗുണമുള്ളൊരു ക്യാരക്ടർ ഒരു ആക്ഷൻ മൂവിയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഫൺ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കോമഡി ആക്ഷൻ ജോണറിലാണ് സിനിമ വരുന്നത്. നല്ല പെർഫോമൻസാണ് ഇതിൻ്റെ ലീഡ് കാസ്റ്റിൽ നിന്നെല്ലാം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ജാക്ക് കോയിഡിൻ്റെ അടുത്ത്. കാര്യം ആ ഒരു വേദനയില്ലാത്ത അയാൾ ഒരു ഭയങ്കര ആക്ഷൻ മെൻറ്റാലിറ്റി ഉള്ള ആളൊന്നുമല്ല. അപ്പോൾ സാധാരണ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഫൈറ്റിങ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ പവർ പോലൊക്കെ എനിക്ക് വേദന അറിയാൻ സാധിക്കില്ല എന്നുള്ളത് അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എംബർ മിഡ്തണ്ടറിൻ്റെ റോളായാലും ശരി, ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയാലും ശരി, അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ അവരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. മോശം പറയാനൊന്നും തന്നെയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ്. ആക്ഷൻ സീക്വൻസുകൾ തിയേറ്ററിൽ കാണുന്ന ഓഡിയൻസിന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് ദി വേൾഡ് ആക്ഷൻ സീക്വൻസ് ഒന്നുമല്ല, പക്ഷെ നമുക്കൊരിക്കലും ബോറടിക്കില്ല. വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പോപ്കോൺ ആക്ഷൻ മൂവിയാണ്. ഈ വീക്കെൻഡ് അല്ലെങ്കിൽ ഈ വീക്ക് നമുക്കൊരു ഇംഗ്ലീഷ് സിനിമ കാണണം, ആക്ഷൻ സിനിമ കാണണം, ഒരു പോപ്കോൺ മൂവി, ടൈം പാസ് മൂവി കാണണമെന്നുണ്ടെങ്കിൽ നോ കെയിൻ തീർച്ചയായിട്ടും ആ ബില്ലിന് ഫിറ്റാകുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ സിനിമ കാണുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.